നാളത്തെ പ്രൊമോ എന്ന് പറയുന്നത് നാളെയും ഒരു ടാസ്ക്കാണ്. അതായത് എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് എൻഡായി. ഇപ്പം പ്രത്യേകിച്ച് ഒരു കണ്ടൻറ്റും ഇല്ല. ഈ ആഴ്ച വെറുതെ അഴച്ചിലായിരുന്നു. പിന്നെ കുറച്ച് ടാസ്ക് കൊടുത്തു. അതൊരു BB ലെവൽ ടാസ്ക് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. അതുപോലത്തെ ഒരു ടാസ്ക്കായിരുന്നു. നല്ല ടാസ്കുകളൊന്നും ഇല്ലായിരുന്നു അല്ലേ? എനിക്കറിയില്ല ഇനിയിപ്പോൾ അടുത്ത ആഴ്ച തൊട്ട് എന്തെങ്കിലുമൊക്കെ മാറ്റി പിടിക്കുമായിരിക്കും. ബിഗ് ബോസ് എന്തെങ്കിലുമൊക്കെ ഒരു BB ലെവൽ ടാസ്കൊക്കെ കൊടുക്കണം. സീസൺ 4 ഉണ്ടായിരുന്നല്ലോ, ഇങ്ങനെ വെള്ളവും കൊണ്ട് ഇങ്ങനെ ഒരു കൈ കൊണ്ട് പിടിച്ച് പൊക്കി നിൽക്കുക. അതുപോലുള്ള ടാസ്കുകളൊക്കെ കൊടുത്താൽ അടിപൊളിയായിരിക്കും. ഇതിപ്പോൾ എല്ലാവർക്കും ഒരു സ്പിരിറ്റൊന്നുമില്ല, ചുമ്മാ ഇങ്ങനെ പോകുന്നു. ജാസ്മിനും ജിൻഡുവും ഒന്നും ഇപ്പോൾ പഴയ ലെവലിലുള്ള ഒരു ഗെയിം ഇല്ല. കാര്യം അവരെയും കുറ്റം പറഞ്ഞ കാര്യമില്ല. കാര്യം സേഫായിട്ട് ഗെയിം കളിക്കുന്നവരൊക്കെ ഇപ്പോൾ അവിടെ നിൽപ്പുണ്ട്. ഗെയിം കളിച്ചവരൊക്കെ പുറത്തേക്ക് പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കും അവരിപ്പോൾ എന്തിന് ഗെയിം കളിക്കുന്നു എന്ന് തോന്നൽ അവർക്ക് വന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഗെയിമും പുറകോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. ആരും അവർക്ക് അതിൻ്റെ ഗെയിം കളിക്കുന്നതുമില്ല അല്ലേ? ഇപ്പം നിങ്ങൾ ചോദിച്ചാൽ തന്നെ ആലോചിച്ച് നോക്ക്, ഗെയിം കളിക്കുന്ന എല്ലാവരും പുറത്തു പോയി. പക്ഷെ ഇപ്പം നിൽക്കുന്നവരെല്ലാം ഗെയിം കളിക്കുന്ന ആൾക്കാരാണ്. എന്തായാലും നാളെയും വലിയ പ്രത്യേകിച്ചൊന്നും കാണിക്കുന്നില്ല, ടാസ്ക്കാണ്. അല്ല പ്രത്യേകിച്ചൊരു സംഘർഷപരമായിട്ട് ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ എപ്പോഴും സംസാരങ്ങൾ, സംഘർഷപരമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എടുത്ത് പറയത്തക്ക രീതിയിലുള്ള ടാസ്കുകൾ ഒക്കെ കാണും. ഇത് ടാസ്കും ഇല്ല, വീട്ടിനകത്ത് ആരും അങ്ങോട്ട് തമ്മിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. ഉള്ളതല്ല ഇങ്ങനെ ഉള്ള ഇഴഞ്ഞുള്ള രീതിയില്ല. ഇന്നിപ്പോൾ എന്തെങ്കിലും നോറയുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കാണിച്ചു എന്നുള്ളതല്ല, പ്രത്യേകിച്ച് എന്താ ഒന്നുമില്ല. എന്തായാലും നോക്കാം ഇനി എന്തായിരിക്കും ബിഗ് ബോസ് സീസൺ 6 അവസ്ഥയെന്ന്. സത്യം പറഞ്ഞാൽ പൊട്ടിപ്പാളിഷായി ഈ ഒരു ബിഗ് ബോസ് സീസൺ 6. ആദ്യത്തെ ഒരു മാസം അല്ലെങ്കിൽ 1.5 മാസം കുഴപ്പമില്ലാതെ കണ്ടൻറ്റായിട്ട് പോയി. എനിക്ക് തോന്നുന്നു വൈൽഡ് കാർഡ് വരുന്നതിന് മുന്നേ വേണമെങ്കിൽ അങ്ങനെ പറയാം. പിന്നെ സിബിൻ വന്ന ഒരാഴ്ച ജാസ്മിനെതിരെ ഗെയിം കളിച്ചതുകൊണ്ട് പുറത്തെ പ്രേക്ഷകർക്ക് അടിപൊളിയായിട്ട് തോന്നി. അതല്ല സിബിൻ ജിൻഡോയ്ക്കെതിരെയാണ് ഗെയിം കളിച്ചതെങ്കിൽ അതും ബോറായിട്ട് പ്രേക്ഷകർക്ക് തോന്നുമായിരിക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ സിബിൻ പുറത്ത് പോകട്ടെ എന്ന് ആഗ്രഹിക്കും. അതല്ലാതെ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നില്ല ഈ വൈൽഡ് കാർഡ് വന്നുകൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടായെന്ന്. നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.